എത്ര നേരമായി ബിച്ചു നിന്നോട് ഞാൻ പോയിട്ട് വരാൻ പറയുന്നു. ചെല്ല്, കാതർ ഇപ്പൊ വരും നോമ്പറക്കാൻ. അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? കേൾക്കാത്ത പോലെ നിൽക്കാതെ വേഗം പോയിട്ട് വാപിച്ചു. ഹോ, ഇത് വലിയ കഷ്ടമായല്ലോ. എല്ലാ ദിവസവും എനിക്കൊന്ന് മണിക്കൂട്ടിയെ നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഈ കാതർക്കാനെ കൊണ്ട് തോറ്റു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ തന്നെ ഉണ്ടാക്കി വെച്ച പണിയല്ലേ, വേഗം പോയി മേടിക്ക്. കാതർ ഫാമിലി അടക്കം വരുമെന്നാ പറഞ്ഞേക്കുന്നേ. ഫാമിലി അടക്കം വരാനോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ മേടിച്ച് മേടിച്ച് ഈ വീടും പറമ്പൊക്കെ വിൽക്കേണ്ടി വരും. ഇന്ന് ചിക്കൻ ഒന്നും ഉണ്ടാക്കണ്ട ആന്റി. ഞാൻ പോയിട്ടേ നമ്മളെ അമ്മുക്കോഴി മുട്ട ഇട്ടെടുത്ത് പോയി മുട്ട വല്ലതുണ്ടോക്കി നോക്കാം. എന്നിട്ട് മുട്ട ബജി ഉണ്ടാക്കി കൊടുത്താൽ മതി. എല്ലാ ദിവസവും ചിക്കൻ ഉണ്ടാക്കി കൊടുത്താലേ കാതർക്ക് ആൾക്കാരുടെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരും. 4ാമത്തെ ബീബി 3ാമത്തെ ബീബിയൊക്കെ ഉള്ളതാ. അതിനിടക്ക് ഓൻ പുതിയൊരു കല്യാണം കഴിച്ചെന്ന് കേട്ടു. ഇന്ന് ആരെയാണാവോ കൊണ്ടുവരുന്നേ? ഈ കോഴി ഇത് എവിടെ പോയാ മുട്ടയിടുന്നത്? കാണുന്നില്ലല്ലോ. ഈ കൊട്ടരടിയിൽ ഇരിക്കല്ലേ കുറുമ്പി. ഇങ്ങ് വാ. ഇതെന്തോ അമ്മുക്കോയുടെ കൂടെ ഈ ചോത്തൻ കോഴി ഉണ്ടല്ലോ. മുട്ട അല്ല തൊട്ടോ. ഇങ്ങോട്ട് പോ കോഴി. ഇനി 2 കൂടി അടയിരിക്കണോ? എന്തായാലും നോക്കട്ടെ. 3 മുട്ടയുണ്ട്. ഇരുന്ന് ലാവിഷായി. കൊറേ ബജികളുണ്ടാക്കാം. എന്താ കാര്യം? കാതർക്ക ഫുൾ ഫാമിലി ആയിട്ടല്ലേ വരുന്ന. എനിക്കൊന്നും കിട്ടില്ല. നീ സൂക്ഷിച്ചോ. എന്തെടുക്കാൻ? എന്നാലും ഏത് നേരത്താണാവോ കാതർക്കാനോട് നോമ്പറക്കാൻ വീട്ടിലേക്ക് വരാൻ പറയാൻ തോന്നിയത്? അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷക്കാണല്ലോ വരവ്. ഓ, അപ്പൊ ഫുൾ ഫാമിലി ആയിട്ട് തന്നെ. നോക്കാം. എന്താ ഇറങ്ങാത്തെ? റോട്ടിലേക്ക് എന്തൊരു കുണ്ടും കുയ്യാ ഗോപ. വരാറ്റി താമസിച്ചു പോയി. ഞങ്ങള് വൈകിട്ടൊന്നുമില്ല കാതറേ. എന്തായാലും ഒറ്റക്ക് വന്നത് നന്നായി. വേഗം എത്തിയാലോ. വീട്ടുകാരെയും കൂട്ടി വരികയാണെങ്കിൽ ഇപ്പൊ വൈകിയാനെ. ഇഞ്ചി വിഷമിക്കണ്ട ഗോപ. നമ്മളെ 3ാമത്തെ ബീബി മോളും വന്നിട്ടുണ്ട്. 4ാമത്തെ പുതിയ ബീബിനെ നമ്മൾ നാളെ കൊണ്ടുവരാം കേട്ടാ. ഹരീജ, ഓളിങ്ങിട്ട് ഇറക്ക്. മോലെ സൂറ. ഞാൻ ഇറങ്ങി പാപ്പ. എന്തേ പാപ്പ, എന്തേ വിളിച്ചത്? ഇജ്ജിങ്ങട് വായ മോളെ. അന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഇജ്ജ് ഇവിടെ കുത്തിരിക്കി. അവിടെ ഇരിക്കും മോളെ സുഹറ. മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓളെ നമ്മൾ സ്കൂളിൽ ഒന്നും ആക്കിയിട്ടില്ല പറയാ. എന്ത് പറയാനാണ് മോളെ? ഞമ്മക്ക് അതിനൊരു സമയം കിട്ടണ്ടേ? നമ്മള് 4ാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. നമ്മള് പോണേ. ആവശ്യമുള്ളപ്പോ വിളിച്ചാ മതി. ശരി, ഇജ്ജി പൊക്കോ. അല്ല, നമ്മളെ ബിച്ചുനെ കണ്ടില്ലല്ലോ. ഓനെന്തേ? അവൻ ഇത്രയും നേരം നിങ്ങ വരുന്നത് നോക്കി ഇവിടെ നിക്കായിരുന്നു. ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇതാരാ? കൊറേ ആൾക്കാരുണ്ടല്ലോ. ആരാ കാതർക്ക ഇതൊക്കെ? എല്ലാ ദിവസവും നമ്മൾ ഒറ്റക്കല്ലേ മോനെ ബിച്ചു വരുന്നത്. ഇന്ന് നമ്മള് ബീവിയുടെ മോളെയും കൂട്ടി. അതേതായാലും നന്നായി. ഞാൻ ആന്റിനോട് പറയായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്തെങ്കിലും വാങ്ങിച്ചൂടേന്ന്. ഇന്ന് മുട്ട മാത്രമേ കിട്ടിയുള്ളൂ ആന്റി. ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്ക്. ശരി മോനെ. നിങ്ങൾക്ക് ബജി ഇഷ്ടാണോ മക്കളെ? പിന്നെ ഓൾക്ക് മുട്ട ബജി എന്ന് വെച്ചാൽ ജീവനാണ്. മുട്ട ബജി ഉഷാറാവണട്ടാ. നിങ്ങൾ തുടങ്ങിക്കോ. എന്നാ പിന്നെ തുടങ്ങിക്കോ ആന്റി.
ഇതാ മുട്ട ബജി റെഡി, കഴിച്ചു നോക്ക്. എവിടെ നോക്കട്ടെ. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങത്താ നീ എവിടെ നിക്കടാ കൊതിയ. ആദ്യം നമ്മുടെ അതിഥികൾക്ക് കൊടുക്കട്ടെ. സുഹ്റയും ഖദീജയും കഴിക്കട്ടെ. ഇന്നാ മോളെ എങ്ങനെയുണ്ടെന്ന് പറ. ഇന്നാ ഖദീജ കഴിച്ചു നോക്ക്. അസലായിട്ടുണ്ട്, ഞമ്മക്ക് ഇഷ്ടായി. എന്നാടാ കൊതിയ നീയും കഴിക്കും. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ കൊതിയനൊന്നുമല്ലോ. എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയാം. ഇതെന്താ മൊത്തം തീർന്നോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാം തീർന്നല്ലോ.